അസ്സബ്ഹു ലില്ലാഹ്, അള്ളാഹുവിനു വേണ്ടി ബലിയറക്കുക എന്നത് മഹത്തരമായ രണ്ട് ഇബാദത്തുകൾ ഒരുമിക്കുന്ന ഇബാദത്താണ്. ബലിയറക്കുക എന്നതിൽ രണ്ട് മഹത്തരമായ ഇബാദത്തുകൾ ഒരുമിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഇബാദത്തു തഖർറുബ്. എന്തിനാണ് നീ ബലിയറക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സാമീപ്യം നേടുന്നതിനു വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്നതിനു വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നോട് കൽപ്പിച്ച കാര്യമായതുകൊണ്ടാണ് നീ ബലിയറക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിന് ബലിയറക്കുമ്പോൾ നിന്റെ മനസ്സിലെ നിയ്യത്ത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ബലിയർപ്പണത്തിലൂടെ നിന്നെ ഇഷ്ടപ്പെടണം, നിന്നെ തൃപ്തിപ്പെടണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് നിനക്ക് സാമീപ്യം ലഭിക്കണമെന്നതാണ്. അതാണ് ഇതിലുള്ള ഒന്നാമത്തെ ഇബാദത്ത്, ഇബാദത്തു തഖർറുബ്. അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുക എന്ന ഇബാദത്ത് ബലിയർപ്പണത്തിലുണ്ട്. അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ ബലിയർപ്പണത്തിൽ ഇതുണ്ടായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് വീട്ടിൽ വിരുന്നുകാർ വരുന്നു, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം ഒരുക്കണം. ഈ സന്ദർഭത്തിൽ പലപ്പോഴും ഇങ്ങനെ ഒരു ചിന്ത ഹൃദയത്തിൽ എല്ലാവരുടെ മനസ്സിലും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾ വീട്ടിൽ വിരുന്നുകാർ വരുന്നു, ബിസ്മി ചൊല്ലി അറുത്തു, വിരുന്നുകാർക്ക് വിളമ്പിക്കൊടുത്തു. അതുമാത്രമാണ് അവൻ്റെ ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ സമ്പത്തിൽ നിന്ന് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിത് അള്ളാഹുവിന് വേണ്ടി ബലിയറക്കുന്നു എന്ന ചിന്ത ചിലപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഉദ്ഹിയ്യത്ത് അറക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്? വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഉദ്ഹിയ്യത്ത് അറക്കുന്നത്? അല്ല. അഖീഖ അറക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹു കൽപ്പിച്ച കാര്യമാണിത്. ഇത് പ്രവർത്തിച്ചാൽ അള്ളാഹു എന്നെ തൃപ്തിപ്പെടും, അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും, അവനെ ആദരിക്കാനുള്ള ഇബാദത്തുകളിൽ ഒന്നാണിത്. അതാണ് ഞാൻ പറഞ്ഞത്, ബലിയർപ്പണത്തിലുള്ള ഒരു ഇബാദത്ത് ഇബാദത്തു തഖർറുബ് എന്നതാണ്. രണ്ടാമത്തെ ഇബാദത്ത് ഇബാദത്തുൽ ഇസ്തിആന, സഹായ തേട്ടമാകുന്ന ഇബാദത്താണ്. ബലിയറക്കുമ്പോൾ എന്തു ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ബലിയറക്കുന്നത്? ബിസ്മില്ലാഹ്. എന്താണ് ബിസ്മില്ലാഹ് എന്നതിൻ്റെ അർത്ഥം? സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നു എന്നാണ്. ഈ സഹായ തേട്ടം ബലിയർപ്പണത്തിന്റെ സന്ദർഭത്തിലുണ്ട്. അതുപോലെ അതിഥിക്ക് വേണ്ടി അറക്കുകയാണെങ്കിൽ പോലും ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ അറക്കുന്നത്. അള്ളാഹു ഇതാ ഈ ഭക്ഷണം നീ നൽകിയതാണ്, ഇത് ഹലാലാക്കണേ, ഇതിൽ ബറക്കത്തുണ്ടാകണേ. ഇതൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടാണ് നീ ബിസ്മില്ലാഹ് എന്ന വാക്ക് പറയുന്നത്. നിന്റെ ഹൃദയത്തിൽ ഈ പറഞ്ഞ വികാരങ്ങളുണ്ട്. മഹത്തരമായ രണ്ട് ഇബാദത്തുകൾ ബലിയർപ്പണത്തിലുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഒന്ന് ഇബാദത്തു തഖർറുബ്, രണ്ട് ഇബാദത്തുൽ ഇസ്തിആന. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടും അവന്റെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ടും ബലിയർത്താൽ അത് മഹത്തരമായ ഇബാദത്താണ്, തൗഹീദിന്റെ ഭാഗമാണ്. സഹോദരങ്ങളെ, ഈ പറഞ്ഞ അർത്ഥം നമ്മളിൽ ചിലരെങ്കിലും മറന്നുപോകാറുണ്ട്. ഉദ്ഹിയ്യത്തിന്റെ സമയം വന്നാൽ, അഖീഖയുടെ സമയം വന്നാൽ, ഹജ്ജിൽ ബലിയറുക്കുന്ന മൃഗങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ ചില ആളുകൾ അപ്പോൾ പറയും, എന്തിനതൊക്കെ അറക്കുന്നത്? ഈ പണം നിങ്ങൾക്ക് സാധുക്കൾക്ക് കൊടുത്തുകൂടെ? അവർക്ക് എന്തെങ്കിലും സൗകര്യപ്പെടുത്തി കൊടുത്തുകൂടെ? എന്തിനാണ് ഈ ബലിയറുക്കുന്നത്? അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം നന്മകൾ വേറെ ചെയ്യാം. കേട്ടുകഴിഞ്ഞത് പലപ്പോഴും ഈ ഉദ്ഹിയ്യത്തിന്റെ സന്ദർഭത്തിൽ മിക്കവാറും ആവർത്തിച്ചു വരാനുള്ള കാര്യമാണ്. സഹോദര, ബലിയർപ്പണം എന്നത് ഇബാദത്താണ്. ഒരാൾ പറയും 5 നേരത്തെ നിസ്കാരത്തെ കുറിച്ച് ഒരാൾ പറയും, ഇത് 5 നേരം നിസ്കരിക്കുന്ന, ആ നിസ്കരിക്കുന്ന നേരമുണ്ടെങ്കിൽ വേറെ എത്ര ആളുകളെ സഹായിക്കാം എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നിസ്കാരം ഇബാദത്താണ്. അതുകൊണ്ടാണ് അള്ളാഹു നിനക്ക് അനേകം നന്മകൾ നൽകുന്നത്. അതുപോലെ തന്നെ ബലികർമ്മം ഇബാദത്താണ്, അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. ചിലപ്പോൾ ഈ ബലികർമ്മം കൊണ്ടായിരിക്കും അള്ളാഹു നിന്റെ നാട്ടിലുള്ള പലരുടെയും ദാരിദ്ര്യമില്ലാതെയാക്കുക, അതിന്റെ ബറക്കത്ത് കൊണ്ടായിരിക്കും.
നിന്റെ ഈ നന്മ കൊണ്ടായിരിക്കും. നിനക്കെന്തറിയാം? അതുകൊണ്ട് ഏത് ഇബാദത്തുകൾ വന്നാലും ഈ പറഞ്ഞ വാക്ക് സംസാരിക്കുന്ന ചിലരെ കാണാം. അത് പാടില്ല.